ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഫിസിക്സിൻ്റെ എക്സാം കഴിഞ്ഞു. ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്ന് വിചാരിക്കട്ടെ. വളരെ എളുപ്പമുള്ള എക്സാം ആയിരുന്നു. ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ട് നമ്മൾ പറഞ്ഞ എല്ലാ പോയിന്റുകളും അതേപോലെ തന്നെ വന്നു എന്നുള്ളതാണ്. ആകെ ഒരു 3-4 ക്വസ്റ്റ്യൻസ് ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയ ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഫോക്കസ് ഏരിയയിൽ നിന്നും വിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ബട്ട് അതൊരിക്കലും നമ്മളെ ബുദ്ധിമുട്ടിക്കില്ല. കാരണം നമുക്ക് ഡബിൾ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മളെ കയ്യിലുണ്ട്. 120 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് കയ്യിലുണ്ട്. 60 മാർക്സിന് എഴുതേണ്ടതുള്ളൂ. നമുക്ക് ആകെ വന്നിരിക്കുന്ന ഒരു 10-12 മാർക്കിന് ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയ വന്നിട്ടുണ്ട്. ബാക്കി മുഴുവനും ഫോക്കസ് ഏരിയ ആയിരുന്നു. SL ക്ലാസ്സസിൻ്റെ കഴിഞ്ഞ ഒരു വർഷത്തെ ഓൺലൈൻ പ്രോഗ്രാമിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികളും വളരെ ഹാപ്പിയാണ്. പലരും വിളിച്ചിട്ടുണ്ട്, മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും എന്നുള്ളൊരു കോൺഫിഡൻസ് ആണ് ഈ എല്ലാ കുട്ടികളും ഷെയർ ചെയ്തിരിക്കുന്നത്. കാരണം ആ രീതിയിലാണ് നമ്മൾ ആ കോഴ്സ് കൊടുത്തതും കുട്ടികൾ അത് പഠിച്ചതും. അപ്പോൾ നമ്മൾ ഇന്ന് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. പെട്ടെന്ന് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് പറഞ്ഞ് നമുക്ക് പോവാം. അതോടൊപ്പം സെക്കൻഡ് ഇയറിൻ്റെ ഓൺലൈൻ ഫുൾ ലെങ്ത് കോഴ്സ് നിങ്ങളുടെ എക്സാം കഴിഞ്ഞ് ഉടനെ സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യത്തെ ചാൻസിൽ തന്നെ എൻട്രൻസിനെ അടക്കം സ്കോർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കോൺസെപ്റ്റ് ക്ലാസ്സുകളാണ് SL ക്ലാസ്സസിൻ്റെ പ്രത്യേകത. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം. ബാക്കി നമുക്ക് ഫോണിലൂടെ സംസാരിക്കാം. നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ വിലപ്പെട്ട സമയം ഞാൻ കളയുന്നില്ല. ക്വസ്റ്റ്യൻ നമ്പർ 1, ഐഡന്റിഫൈ ദ ഫണ്ടമെന്റൽ ഫോഴ്സ് ഇൻ നാച്ചർ ഫ്രം ദ ഫോളോയിങ്. എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അതായിരുന്നു ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ്, അല്ലേ? നെയിം ദ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് സ്റ്റഡി ഓഫ് സ്റ്റാർസ്. പെട്ടെന്ന് കൺഫ്യൂഷൻ ആയോ? ഇല്ല, ആസ്ട്രോണമി, അല്ലേ? സ്റ്റാർസിനെ കുറിച്ചും ഹെവൻലി ഒബ്ജക്ട്സിനെ കുറിച്ചും പഠിക്കുന്ന ഫിസിക്സിന്റെ ബ്രാഞ്ച് ആയിരുന്നു ആസ്ട്രോണമി. മൊമെന്റം ഈസ് എ മൊമെന്റം ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി, നോ ഡൗട്ട്. വാട്ട് ഈസ് ദ അനലോഗ് ഓഫ് മാസ് ഇൻ റൊട്ടേഷണൽ മോഷൻ? എല്ലാവർക്കും അറിയാലോ, മൊമെന്റ് ഓഫ് ഇനേർഷ്യയാണ് റൊട്ടേഷണൽ മോഷനിലെ മാസിന്റെ അനലോഗി. റൈറ്റ് പെർഫെക്റ്റ് ഗ്യാസ് ഇക്വേഷൻ, PV is equal to nRT അല്ലെങ്കിൽ μRT. ഓക്കെ, അതാണ് പെർഫെക്റ്റ് ഗ്യാസ് ഇക്വേഷൻ. റെഡി. ഡിഫൈൻ പ്ലെയിൻ ആംഗിൾ. എന്താ പ്ലെയിൻ ആംഗിൾ എന്ന് പറയുന്നത്? ആംഗിൾ ബിറ്റ്വീൻ ടു പ്ലെയിൻസ് ഓർ ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് വിച്ച് ഇന്റർസെക്ട് അറ്റ് എ കോമൺ പോയിന്റ്. ഒരു കോമൺ പോയിന്റിലേക്ക് ഇന്റർസെക്ട് ചെയ്ത് നിൽക്കുന്ന രണ്ട് ലൈനുകൾക്കോ രണ്ട് പ്ലെയിനുകൾക്കോ ഇടയിലുള്ള ആംഗിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്ലെയിൻ ആംഗിൾ. A player throws a ball vertically upwards. What is the velocity and acceleration at the highest point? Highest point il velocity 0, acceleration 9.8. 0 അല്ല, ഒരുപാട് തവണ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. Read of the figure shown and the vector sum using the parallelogram methods. Parallelogram methodil ഇതേപോലെ രണ്ട് വെക്ടേഴ്സ് തന്നിരിക്കുകയാണ്. ഒരു വെക്ടർ ഇങ്ങനെയുണ്ട്, ഓക്കെ, ഒരു വെക്ടർ ഇങ്ങനെയുണ്ട്. പാരലലോഗ്രാം വരയ്ക്കുമ്പോൾ ഇതിന്റെ പാരലൽ സൈഡ് ഇവിടെ വരച്ച് ചേർക്കണം, ഇതിന്റെ പാരലൽ സൈഡ് ഇവിടെ വരച്ച് ചേർക്കണം, ദെൻ അതിന്റെ ഡയഗണൽ വരയ്ക്കണം. ഈ ഡയഗണൽ ആയിരിക്കും റിസൾട്ടന്റ്. അറിയാലോ, ഇതാണ് ആംഗിൾ ബിറ്റ്വീൻ വെക്ടേഴ്സ്. ഇത് വെക്ടർ എ, ഇത് വെക്ടർ ബി, ഇത് അതിന്റെ റിസൾട്ടന്റ്. ഇറ്റ്സ് വെരി സിമ്പിൾ. ഓക്കെ, അടുത്തത്, what are the condition for equality of two vectors? Two vectors equal ആവണമെങ്കിൽ അത് മാഗ്നിറ്റ്യൂഡും ഈക്വൽ ആവണം, ഡയറക്ഷനും സെയിം ആവണം. ഒരു വെക്ടർ ഇങ്ങനെ വരയ്ക്കുന്നു, ഇതേ സൈസിൽ മറ്റൊരു വെക്ടർ വരയ്ക്കുന്നു, അതേ ഡയറക്ഷനിൽ. നമുക്കറിയാം these two vectors are equal vectors. Write whether the work done in the following cases is positive, negative or 0. Work done by frictional force. എല്ലാ വർക്ക് ഡണ്ണും ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ വർക്ക് എപ്പോഴും നെഗറ്റീവ് ആണ്. Work done by the gravitational force during the motion of an object on a horizontal surface. ഒരു ഒബ്ജക്റ്റ് ഹൊറിസോണ്ടൽ സർഫേസിൽ മൂവ് ചെയ്യുന്നു, അങ്ങനെയാണെങ്കിൽ മൂവ്മെന്റ് ഇങ്ങോട്ടേക്ക്, സോ ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങനെ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വെയിറ്റ് mg ഡൗൺവേർഡ്സ്, സോ ആംഗിൾ 90 ഡിഗ്രി, വർക്ക് ബിക്കംസ് 0. SI unit and dimensional formula of energy. SI unit joule, dimensional formula m⁻⁴, l⁻², t⁻². State Newton's universal law of gravitation. Law of gravity states that the force of attraction between any two masses is directly proportional to the product of masses and inversely proportional to the square of distance between them. State Hooke's law. Within the elastic limit, stress is directly proportional to strain. A typical stress strain curve for a metal is given below. What is denoted by the points A and B? A യുടെ പേരാണ് പ്രൊപ്പോർഷണൽ ലിമിറ്റ്, B യുടെ പേരാണ് yield പോയിന്റ്. yield പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇലാസ്റ്റിസിറ്റി അവസാനിക്കുന്ന പോയിന്റ്. A എന്ന് പറയുന്ന പോയിന്റ് ഹൂക്സ് ലോ ഒബേ ചെയ്യുന്ന മാക്സിമം പോയിന്റ്.
സ്റ്റേറ്റ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത് എന്താണ്? ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ കൊടുക്കുന്ന വർക്ക് എന്ന് പറയുന്നത്, ഹീറ്റ് എനർജി എന്ന് പറയുന്നത്, അത് ആ സിസ്റ്റത്തിൻ്റെ ഇന്റേണൽ എനർജി ഇൻക്രീസ് ചെയ്യാനും എക്സ്റ്റേണൽ വർക്ക് ചെയ്യാനും വേണ്ടി ഉപയോഗപ്പെടുത്തും. നമ്മൾ ഇക്വേഷൻ എഴുതുക, ഡെൽറ്റ ക്യൂ is equal to delta U plus delta W. Energy given to a system is equal to, or it is utilized for increase in internal energy and for doing some external work. Okay, അതാണ് first law of thermodynamics. Difference between isobaric and isochoric process. Isobaric process means the process which is doing under the condition of constant pressure. അല്ലേ? കോൺസ്റ്റന്റ് പ്രഷർ എന്ന കണ്ടീഷനിൽ നടക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പറയുന്നത് ഐസോബാറിക്. ആൻഡ് ദ പ്രോസസ് വിച്ച് ഈസ് ഡൂയിങ് ഓർ വിച്ച് ഈസ് അണ്ടർഗോയിങ് അണ്ടർ ദ കണ്ടീഷൻ ഓഫ് വോളിയം കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്, ദാറ്റ് ഈസ് കോൾഡ് ഐസോകോറിക് പ്രോസസ്. ഓക്കെ, അടുത്ത ബോക്സ് വളരെ സിമ്പിളാണ്. 3 സ്കോറിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് പിന്നെ വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 17 മുതൽ. ലെങ്ത് മീറ്റർ, മാസ് കിലോഗ്രാം, ഇപ്പുറത്ത് ടൈം സെക്കൻഡ്, ഇലക്ട്രിക് കറണ്ട് ആംപിയർ, തെർമോഡൈനാമിക് ടെമ്പറേച്ചർ കെൽവിൻ, amount of substance mole, luminous intensity candela. Question number 18, ഒരു ഗ്രാഫ് വരയ്ക്കാനാണ്. വെരി സിമ്പിൾ ഗ്രാഫ്. An astronaut in space shuttle moves along a straight line. The data given below is the measured velocities starting from t equal to 2 seconds. അതിൻ്റെ ടൈമും വെലോസിറ്റി തന്നിട്ടുണ്ട്. ഡ്രോ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഫ്രം 2 സെക്കൻഡ് ടു 16 സെക്കൻഡ്. യൂസ് ഓഫ് ഗ്രാഫ് പേപ്പർ ഇസ് നോട്ട് റിക്വയർഡ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാം. അതിങ്ങനെയാണ് നമുക്ക് വരുന്നത്. ഓക്കെ, നോക്കാം നമുക്കല്ലേ. ഒരു ഗ്രാഫ് ഇങ്ങനെ, ഒരു എക്സ് ആക്സിസ് നമുക്കിങ്ങനെ കാണിക്കാം, വൈ ആക്സിസ് നമുക്കിങ്ങനെ കാണിക്കാം. ഓക്കെ, നെഗറ്റീവ് ആക്സിസ് ഉണ്ടായിക്കോട്ടെ. ദെൻ ഇവിടെ നമ്മൾ വെലോസിറ്റി ടൈമാണ് വരയ്ക്കാൻ പോകുന്നത്. അപ് ടു 16 സെക്കൻഡ് വേണം. അപ്പോൾ 2, 4, 6, 8, 10, 12, 14, 16 അങ്ങനെ 16 വരെയുള്ള വാല്യൂസ് നിങ്ങൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക. ഓക്കെ, 0 എന്ന് തുടങ്ങിയിട്ട് വെലോസിറ്റി 2, 4, 6, -2, -4 ഇങ്ങനെയുള്ള വാല്യൂസ് ഒക്കെ കാണിക്കാം. വളരെ സിമ്പിൾ ഗ്രാഫാണ്. ഇത് തന്നിരിക്കുന്ന വാല്യൂസ് അങ്ങ് പ്ലോട്ട് ചെയ്താൽ മതി. 2, 2, അപ്പോൾ 2, 2 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ വരും അല്ലേ. ടൈം 2, വെലോസിറ്റി 2. 4, 4, അപ്പോൾ ഈ 4ന് നേരെ ഈ 4ന് നേരെ, അപ്പോൾ ഇവിടെ വരും 4, 4. 6, 6, ഈ 6ന് നേരെ ഈ 6ന് നേരെ, അപ്പോൾ അത് ഇവിടെ വരും. റെഡി. 8ൽ 2, 8ൽ 2ൻ്റെ നേരെ, അപ്പോൾ ഇവിടെ ഉണ്ടോ 8ൽ 2ൻ്റെ നേരെ. പിന്നെ 10ൽ 0, 10ൽ 0 ഇവിടെ തന്നെ. അടുത്തത് 12ൽ -2, -2ൻ്റെ നേരെ 12ൻ്റെ താഴെ. റെഡി. ദെൻ 13ൽ ടൈം 13 സെക്കൻഡ് അവിടെ കൊടുക്കുന്നുണ്ട്. 13ൽ -4, അപ്പോൾ 13 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇടയിലായിരിക്കും അല്ലേ, 12ൻ്റെ 13ൻ്റെ ഇടയിൽ. 13ൽ -4, അപ്പോൾ ഇവിടെ വരുന്നു -4. ദെൻ 16ൽ -2, 16ൽ വീണ്ടും -2. നേരെ അങ്ങ് ജോയിൻ ചെയ്യാം. ഇവിടുന്ന് ഇവിടം വരെ സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. പിന്നെ ഇങ്ങനെ വന്നു. ഓക്കെ, ഇങ്ങോട്ട് പോയി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. വെരി സിമ്പിൾ ഗ്രാഫ്, ഒന്നുമില്ല. സ്റ്റേറ്റ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ ആൻഡ് റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ഫോഴ്സ്. എന്താ സെക്കൻഡ് ലോ എന്തായിരുന്നു? അപ്ലൈഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. ഇക്വേഷൻ ഓഫ് ഫോഴ്സ് F is equal to ma. സ്റ്റേറ്റ് ലോ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ലോ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ പറയുന്നത് ദ മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ. F പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ. അതാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ ലോ. നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 21. ഡിഫൈൻ ആംഗുലാർ വെലോസിറ്റി. എന്താണ് ആംഗുലാർ വെലോസിറ്റി? ഈസ് ഡിഫൈൻഡ് ആസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. ഒമേഗ എന്ന് പറയുന്നത് θ/t. റൈറ്റ് ദ ഇക്വേഷൻ ഷോയിങ് ഇറ്റ്സ് റിലേഷൻ വിത്ത് ലീനിയർ വെലോസിറ്റി. ഒമേഗയും വിയും തമ്മിലുള്ള റിലേഷൻ ആയിരുന്നു ഒമേഗ ഈസ് ഈക്വൽ ടു v/r അല്ലേ. ഇതായിരുന്നു ആ റിലേഷൻ. എഴുതിയിരുന്നോ? വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഓൺ വിച്ച് ദ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ റിജിഡ് ബോഡി ഡിപ്പെൻഡ്സ്. മൊമെന്റ് ഓഫ് ഇനേഷ്യ ഡിപ്പെൻഡ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സിനെയാണ്. മാസ് ഓഫ് ബോഡി ഒന്ന്, രണ്ടാമത്തത് ഡിസ്റ്റൻസ് ഫ്രം ആക്സിസ് ഓഫ് റൊട്ടേഷൻ ടു ദാറ്റ് മാസ്, അല്ലെങ്കിൽ മാസ് ഡിസ്ട്രിബ്യൂഷൻ എന്നും എഴുതാം. ആക്സിസിൽ നിന്ന് മാസിലേക്കുള്ള ദൂരം. Derive an expression for acceleration due to gravity at a point above the surface of earth. ഒരു ഹൈറ്റിൽ ഉണ്ടാകുന്ന ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാനാണ്. നമ്മൾ ഒരുപാട് തവണ പറഞ്ഞതാണ്. ആ ഇക്വേഷൻ ഇങ്ങനെയാണ്. മൊത്തത്തിൽ ഡിറൈവ് ചെയ്ത് കാണിക്കുന്നില്ല, എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും. G' is equal to gr² divided by r plus h the whole square. ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം.
അപ്പോൾ സർഫേസിലുള്ള ഇക്വേഷൻ എഴുതും, പിന്നെ ഹൈറ്റിലുള്ള ഇക്വേഷൻ എഴുതും, രണ്ടും കൂടി ഡിവൈഡ് ചെയ്യും. നമ്മളൊക്കെ ക്ലാസ്സിലൊക്കെ ഒരുപാട് തവണ ചെയ്ത് കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ. ഒന്നും ഇൻഡയറക്റ്റ് എന്ന് പറയാൻ ഒന്നുമില്ല, എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. യൂസിംഗ് കൈനറ്റിക് തിയറി ഓഫ് എൻ ഐഡിയൽ ഗ്യാസ് പ്രൂവ് ദാറ്റ് ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് എ മോളിക്യൂൾ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ഓഫ് ദ ഗ്യാസ്. യെസ്, നമ്മൾ ചെയ്തതാണ്. എനർജി ഈസ് ഈക്വൽ ടു 3/2 kBT എന്നൊരു ഇക്വേഷൻ അല്ലേ. ആവറേജ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 3/2 kBT എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ. അപ്പോൾ അതിൽ കുറച്ചെങ്കിലും പേർക്ക് കൈനറ്റിക് എനർജിയുടെ ആ ഇക്വേഷനിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ബാക്കി ഞാൻ പറയുന്നു, ഇതിലിപ്പോൾ 3 മാർക്കിന് വന്ന ക്വസ്റ്റ്യൻസിൽ ഈ ഒരു കൈനറ്റിക് തിയറിയുടെ ഈ ഒരു ഇക്വേഷൻ അല്ലാത്ത ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനേ ഉള്ളൂ. പകുതിയല്ല, അതിലൊരു 90% നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ആക്ച്വലി അവിടെ 3, 6, 8 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾ 4 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യേണ്ട കാര്യമുള്ളൂ. 4 അല്ല 8-ൽ 7 നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതിൽ ഒന്ന് മാത്രമേ ആ ഒരു കൈനറ്റിക് തിയറിയുടെ ആ ഒരു ഡെറിവേഷൻ കുറച്ചൊരു ബുദ്ധിമുട്ട് പലരും പറയാറുണ്ട്. അതൊഴികെ ബാക്കിയെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇനി 4 സ്കോറിലേക്ക് പോവാണ്. യെസ്, ആദ്യം തന്നെ അതാ കാണുന്നു. പ്രൊജക്ടൈൽ മോഷനിൽ എത്രയോ തവണ പഠിക്കണം എന്ന് നമ്മൾ പറഞ്ഞ ഡെറിവേഷൻ 3 ചോദിച്ചിരിക്കുന്നു. മാക്സിമം ഹൈറ്റ്, റേഞ്ച്, 2 അല്ലേ, മാക്സിമം ഹൈറ്റും റേഞ്ചും 4 മാർക്കിന്. അപ്പോൾ ഓരോന്നിനും 2 മാർക്ക് വീതം. ഇക്വേഷൻ Hmax ഈക്വൽ ടു u² sin² θ/2g, then range is equal to u² sin 2θ/g. ഇതൊക്കെ നമ്മൾ എത്രയോ തവണ ക്ലാസ്സിൽ എഴുതിയതാണ്, വർക്ക് ചെയ്തതാണ്, പ്രോബ്ലംസ് ചെയ്തതാണ്. SL ക്ലാസ്സസിൻ്റെ കംപ്ലീറ്റ് ഓൺലൈൻ പ്രോഗ്രാമിൽ വന്നവരൊക്കെ ഇതൊക്കെ പുഷ്പം പോലെ എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, നമ്മൾ +2 ക്ലാസ്സുകൾ തുടങ്ങുന്ന കാര്യം മറക്കണ്ട. താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. അടുത്തത് എ സ്റ്റോൺ, ഒരു പ്രോബ്ലം ആണല്ലേ, ചെറിയൊരു പ്രോബ്ലം. ആ പ്രോബ്ലത്തിൽ ചിലപ്പോൾ ഒന്ന് ബുദ്ധിമുട്ടുണ്ടാകും. പ്രോബ്ലം ഞാൻ ചെയ്ത് കാണിച്ചു തരാം. എ സ്റ്റോൺ ടൈഡ് ടു ദ എൻഡ് ഓഫ് എ സ്ട്രിങ് 80 സെൻറ്റിമീറ്റർ ലോങ്. 80 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു സ്ട്രിങ്, അതിൻ്റെ അറ്റത്തൊരു സ്റ്റോണ് കെട്ടിവെച്ചിരിക്കുന്നു. ഈസ് വേൾഡ് ഇൻ എ ഹൊറിസോണ്ടൽ സർക്കിൾ വിത്ത് എ കോൺസ്റ്റന്റ് സ്പീഡ്. എന്നിട്ട് അതിങ്ങനെ ഒരാൾ കയറിൻ്റെ അറ്റത്ത് കല്ല് കെട്ടിയിട്ട് ഇങ്ങനെ പിടിച്ച് കറക്കുക കേട്ടോ. ഇഫ് ദ സ്റ്റോൺ മേക്സ് 14 revolutions in 25 seconds. 14 revolutions in 25 seconds. What is the magnitude and direction of centripetal acceleration? അപ്പോൾ 14 revolutions in 25 seconds എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്നും ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് റെവല്യൂഷൻസ് ഇൻ 1 സെക്കൻഡാണ്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി ഇതിനെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 14 revolutions in 25 seconds ആണെങ്കിൽ 14 revolution divided by 25 seconds ചെയ്താൽ ഇത് ഫ്രീക്വൻസി ആയി. കാരണം റെവല്യൂഷൻസ് പെർ സെക്കൻഡ് ആയി അല്ലേ. 14 revolutions in 25 seconds. സോ ഒരു സെക്കൻഡിൽ 14/25 റെവല്യൂഷൻ. ഇതായിരിക്കും ഫ്രീക്വൻസി. ഇനി ഫ്രീക്വൻസി കിട്ടിക്കഴിഞ്ഞാൽ ഒമേഗ എന്താ? ഒമേഗ എന്ന് പറയുന്നത് 2πf. ദാറ്റ് ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു എഫിന് പകരം 14 divided by 25. അപ്പോൾ ഒമേഗയായി. ഇനി എന്താ നമുക്ക് വേണ്ടത്? സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. സോ ദിസ് ഈസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ ആർ. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതാണ് ഒമേഗ, ഇതിനെ മൊത്തം സ്ക്വയർ ചെയ്യാം, ഇൻറ്റു ആർ. ആർ എന്ന് പറയുമ്പോൾ ഈ 80 സെൻറ്റിമീറ്റർ ലെങ്ത്തിലാണ് ഇത് കിടന്നിങ്ങനെ കറങ്ങുന്നത്. അപ്പോൾ ആ ആർ എന്ന് പറയുന്ന റേഡിയസ് എന്തായിരിക്കും? 80 സെൻറ്റിമീറ്റർ. അപ്പോൾ ഒമേഗ സ്ക്വയർ കിട്ടി, 6 കിട്ടി. ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രോബ്ലം ഒരു പ്രോബ്ലമേ അല്ല. ഓക്കെ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇലാസ്റ്റിക് ആൻഡ്, ഇതാണ് ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയ എന്ന് പറയാനുള്ള ഒരു ക്വസ്റ്റ്യൻ. സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇല്ല, ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ തന്നെ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഇലാസ്റ്റിക് ആൻഡ് ഇൻഇലാസ്റ്റിക് കൊളിഷൻ എന്ന് പറയുന്ന പോയിന്റ് വർക്ക് എനർജി ആൻഡ് പവറിൽ നമ്മൾക്ക് ഫോക്കസ് ഏരിയയിൽ തരാത്തൊരു പോയിന്റാണ്. അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കുന്നു. ഓക്കെ, അത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമില്ല. ഇലാസ്റ്റിക് ആൻഡ് ഇൻഇലാസ്റ്റിക് കൊളിഷൻ ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ഇലാസ്റ്റിക് ആൻഡ് ഇൻഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ, ഇലാസ്റ്റിക് കൊളിഷൻ എന്ന് പറയുമ്പോൾ ഒരു കൊളിഷനിൽ ബോഡിയുടെ മൊമെൻറ്റവും കൈനറ്റിക് എനർജിയും ഇത് രണ്ടും കൺസേർവ്ഡ് ആകുമ്പോഴാണ് നമ്മൾ ഇലാസ്റ്റിക് കൊളിഷൻ എന്ന് പറയുക. ഇൻഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ മൊമെൻറ്റം മാത്രം കൺസേർവ്ഡ് ആകും, കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആവില്ല. അതിനാണ് ഇൻഇലാസ്റ്റിക് എന്ന് പറയുന്നത്. ഓക്കെ, കംപ്ലീറ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളിഷനിൽ ഉണ്ടാകുന്ന കൈനറ്റിക് എനർജി ലോസിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനാണ്. കംപ്ലീറ്റ്ലി ഇൻഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ 2 ബോഡികൾ കൊളൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ കൊളിഷൻ അത് രണ്ടും ഒന്നിച്ച് മൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ബോഡികൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ എഴുതാം. ഇപ്പോൾ ഇവിടെ ഒരു ബോഡിയുണ്ട്, ഇത് മറ്റൊരു ബോഡിയാണ്. ഇതിൻ്റെ മാസ് m1 മൂവിങ് വിത്ത് വെലോസിറ്റി u1. ഇതിൻ്റെ മാസ് m2. സപ്പോസ് ഇതിൻ്റെ വെലോസിറ്റി 0. ഇതിനെ പോയി ഇടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവർ രണ്ടാളും ഒട്ടിപ്പിടിക്കും. അപ്പം ടോട്ടൽ മാസ് m1 + m2 ആവും. ഇത് രണ്ടും കൂടെ ഒന്നിച്ച് മൂവ് ചെയ്യും വിത്ത് വെലോസിറ്റി v. അപ്പം മാസ് എന്താണ്? m1 + m2 ഇൻറ്റു വെലോസിറ്റി. ഓക്കെ, മൊമെൻറ്റം കൺസർവേഷൻ എഴുതിയാൽ ഇനീഷ്യൽ മൊമെൻറ്റം എന്ന് പറയുന്നത് m1 u1. ഇതിന് മൊമെൻറ്റം ഇല്ല, ബിക്കോസ് ഇറ്റ് ഈസ് അറ്റ് റെസ്റ്റ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഫൈനൽ മൊമെൻറ്റം എന്ന് പറയുന്നത് m1 + m2 ഇൻറ്റു v.
ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്നും v കണ്ടുപിടിക്കാൻ സാധിക്കും. ആ v ആണ് ഫൈനൽ വെലോസിറ്റി. ഓക്കെ, ഫൈനൽ വെലോസിറ്റി ഉപയോഗിച്ച് നമുക്ക് KE ഫൈനൽ കാണാം. KE ഫൈനൽ ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് KE ഇനീഷ്യൽ കാണാം. KE ഇനീഷ്യൽ ഇത് രണ്ടും കൂടെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ ലോസ് ഇൻ കൈനറ്റിക് എനർജി ആവും. ഇങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. ഓക്കെ, പ്രൂവ് ദാറ്റ് the mechanical energy of a ball of mass m dropped from a height h is conserved. Yes, work energy and power ഒരു ഹൈറ്റിൽ നിന്നൊരു ബോൾ താഴേക്ക് വിട്ടാൽ 3 പോയിന്റുകൾ, ടോപ്പിൽ ഒരു പോയിന്റ്, ഇൻ ബിറ്റ്വീൻ ഒരു പോയിന്റ്, താഴെ ഒരു പോയിന്റ്, ഈ 3 പോയിന്റിലെയും ടോട്ടൽ എനർജി, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി ആഡ് ചെയ്യുക. ആ ടോട്ടൽ എനർജി കോൺസ്റ്റന്റ് ആണ് എന്ന് നമുക്ക് ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റും. കാൽക്കുലേറ്റ് ദ എനർജി യൂസ്ഡ് ബൈ 100 വാട്ട് ബൾബ് വിച്ച് ഈസ് ഓൺ ഫോർ 10 hours. എനർജി അല്ലേ, എനർജി എന്ന് പറഞ്ഞാൽ വർക്ക് എന്ന് പറഞ്ഞാൽ പവർ ഇൻറ്റു ടൈം അല്ലേ. പവർ എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ ടൈമാണ്. സോ വർക്ക് ഈക്വൽ ടു എനർജി ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം. പവർ എത്രയാണ്? 100 വാട്ട്. ടൈം എത്രയാണ്? 10 hours. സോ 10 ഇൻറ്റു 60 ഇൻറ്റു 60 അവേഴ്സിനെ സെക്കൻഡിലേക്ക് മാറ്റണം. സോ 100 ഇൻറ്റു 10 ഇൻറ്റു 60 ഇൻറ്റു 60 ഇത് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. 6 ഇൻറ്റു 6 36ഉം പിന്നെ 1 2 3 4 5 10⁵ ഇത്രയും ജൂൾസ് ഓഫ് എനർജി ആയിരിക്കും അവിടെ ഉണ്ടാവുന്നത്. ഓക്കെ, ഡിറൈവ് ആൻഡ് ഇതാണ് വീണ്ടും അടുത്തത് ഫോക്കസ് ഏരിയയിൽ ഇല്ലാത്ത രണ്ടാമതൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ 4 മാർക്സിന്റെ ക്വസ്റ്റ്യനിൽ നിന്നാണ് 2 ക്വസ്റ്റ്യൻ നമുക്ക് ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയ വന്നിരിക്കുന്നത് എന്ന് പറയാം. എക്സ്പ്രഷൻ ഫോർ എസ്കേപ്പ് വെലോസിറ്റി. എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്ന ഒരു പോയിന്റ് നമ്മൾ ഫോക്കസ് ഏരിയയിൽ പഠിക്കുന്നുണ്ടായിരുന്നില്ല. എസ്കേപ്പ് വെലോസിറ്റി ഒക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞതാണ്. ഒരു ബോഡിയെ മുകളിലോട്ടേക്ക് എറിഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫീൽഡും കടന്ന് അത് പുറത്തേക്ക് പോകും. അങ്ങനെ പുറത്തേക്ക് പോകണമെങ്കിൽ എത്ര വെലോസിറ്റിയിൽ നമ്മൾ എറിയണം, അതിന് വിളിച്ച പേരായിരുന്നു എസ്കേപ്പ് വെലോസിറ്റി. √2gm/r എന്നൊരു ഇക്വേഷൻ ആണ്. അത് ഡിറൈവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുക. പാസ്കൽസ് ലോ, യെസ്, ഫ്ലൂയിഡിൽ നമ്മൾ ആകെ 2 പോയിന്റേ ഉള്ളൂ, 2ഉം ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. പാസ്കൽസ് ലോയും ഹൈഡ്രോളിക് ലിഫ്റ്റും പറയേണ്ട കാര്യമില്ലല്ലോ. അടുത്തത് ബെർണോളിസ് പ്രിൻസിപ്പിൾ. ബെർണോളിസ് പ്രിൻസിപ്പിളിൽ വാട്ട് ഈസ് ദ ഇക്വേഷൻ അവിടെ ഡിറൈവ് ചെയ്യാനാണ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഗിവൺ ഫിഗർ സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ബെർണോളിസ് തിയറം. 3 എനർജികളുടെ സമ്മ് ഇല്ലേ, എല്ലാ വീഡിയോയിലും നമ്മൾ പറഞ്ഞതാണ്. അത് പറയാത്തൊരു വീഡിയോ ഇല്ല. അവസാനത്തെ റിവിഷൻ വീഡിയോയിൽ പോലും നമ്മളത് ഡിറൈവ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഡിഫറൻസ് ബിറ്റ്വീൻ ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ആൻഡ് ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. ചേഞ്ച് ഓഫ് സ്റ്റേറ്റിന് വേണ്ട എനർജിയെ നമ്മൾ വിളിച്ച പേരായിരുന്നു ലേറ്റന്റ് ഹീറ്റ്. ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു സോളിഡ് ഐസ് ഫോമിലുള്ള ഒരു സോളിഡ് ഫോമിലുള്ള ബോഡി ലിക്വിഡായി മാറാൻ, ആ ഒരു ഫേസ് ചേഞ്ച് നടക്കാൻ എത്ര എനർജി ആവശ്യമുണ്ട്, അതിനെ വിളിച്ച പേരാണ് ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. ഇനി വാട്ടർ ആയിട്ടുള്ള ലിക്വിഡ് ആയിട്ടുള്ള ഒരു സാധനം വേപ്പറായി മാറാൻ എത്ര എനർജി ആവശ്യമുണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് latent heat of vaporization. Why burns from steam are usually more serious than those from boiling water? Yes, boiling wateril നിന്ന് സ്റ്റീം ആവണമെങ്കിൽ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് നടക്കുമ്പോൾ അവിടെ ബോയിലിംഗ് വാട്ടറിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ എനർജിയും കൂടെ ആഡ് ചെയ്താൽ മാത്രമേ അത് സ്റ്റീം ആവുള്ളൂ. അപ്പോൾ സ്റ്റീമിൻ്റെ എനർജി കണ്ടന്റ് ബോയിലിംഗ് വാട്ടറിനേക്കാളും ഒരുപാട് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് നമുക്കത് കൂടുതൽ ഡേഞ്ചറസ് ആയി മാറുന്നത്. Derive an expression for period of a simple pendulum. Yes, എല്ലാ ക്ലാസ്സിലും നമ്മൾ പറഞ്ഞ അടുത്ത ഡെറിവേഷൻ പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം. വേവിലുള്ള നമ്മൾ വീണ്ടും എടുത്തു പറഞ്ഞ ക്വസ്റ്റ്യൻ അത് അവിടെ ഉണ്ട്. ഒരു വേവ് ഫംഗ്ഷൻ തന്നിരിക്കുന്നു, അതിൽ നിന്ന് ആംപ്ലിറ്റ്യൂഡ് വേവ് ലെങ്ത് ചെയ്യണം. ആംപ്ലിറ്റ്യൂഡ് വേവ് ലെങ്ത് ഒക്കെ നമ്മൾ ഒരുപാട് ചെയ്തതാണ്. എന്തായിരുന്നു ഇക്വേഷൻ? y ഈസ് ഈക്വൽ ടു 0.005 sin 80 x minus 30 ഇതാണ് ഇക്വേഷൻ. ഇതാണ് ആംപ്ലിറ്റ്യൂഡ് അല്ലേ. സോ ആംപ്ലിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു 0.005 മീറ്റർ. വേവ് ലെങ്ത് ഇതാണ് k എന്ന് പറയുന്നത് 80. അപ്പോൾ ലാംഡ എന്ന് പറഞ്ഞാൽ 2π/k ആണ്. സോ 2π/80 π/40 അതായിരിക്കും ലാംഡ. പീരീഡ് ആൻഡ് ഫ്രീക്വൻസി ഈ 3 എന്ന് പറയുന്നതാണ് ഒമേഗ അല്ലേ. സോ 2πf അതാണ് ഒമേഗ എന്ന് പറയുന്നത് 3. ഒമേഗ ഈസ് ഈക്വൽ ടു 2πf. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 3. അപ്പോൾ എഫ് എന്താ? എഫ് എന്ന് പറയുന്നത് 3/2π. ടൈം പീരീഡോ 2π/3. എല്ലാം ആയി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. യെസ്, സ്റ്റേറ്റ് തിയറം ഓഫ് പെർപെൻഡിക്കുലർ ആക്സിസ് Iz is equal to Ix plus Iy. അറിയാലോ. Using the theorem, derive moment of inertia of the given disk about any one diameter mr²/4 എന്ന ഇക്വേഷൻ കിട്ടുന്ന ആ ഒരു ഡെറിവേഷൻ ആണ്. മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ഡിസ്ക് അബൌട്ട് z ആക്സിസ് തന്നിട്ടുണ്ട് അവിടെ mr²/2. വെരി സിമ്പിൾ. റൈറ്റ് ദ യൂണിറ്റ് ആൻഡ് ഡയമെൻഷണൽ ഫോർമുല ഓഫ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. അറിയാലോ, ക്യാപിറ്റൽ ജിന്റെ യൂണിറ്റും
ഡയമെൻഷണൽ ഫോർമുലയും. ഡിറൈവ് എൻ എക്സ്പ്രഷൻ ഫോർ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഡെപ്ത് ബിലോ ദ സർഫേസ് ഓഫ് എർത്ത്. ഡെപ്ത് ബിലോ എന്തായിരുന്നു? ജി ഡാഷ് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 - d/r. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ. മുഴുവൻ മാർക്കും ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സിംഗിൾ മാർക്ക് പോലും നിങ്ങൾക്ക് നഷ്ടപ്പെടാത്ത ക്വസ്റ്റ്യൻ പേപ്പറാണ്. ബട്ട് ഞാൻ വീണ്ടും പറയുന്നു, അവസാനത്തെ റൗണ്ട് വന്ന് ഹറി ബറി കളിച്ചവർക്ക് ഇത് മുഴുവൻ കിട്ടിക്കൊള്ളണം എന്നില്ല. അതേസമയം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കൃത്യമായിട്ട് പഠിച്ചു പോയവർക്ക് ഒരു സിംഗിൾ മാർക്ക് പോലും കുറയുകയില്ല. ഞാൻ ഗ്യാരണ്ടി പറയുന്നു, നമ്മുടെ കോഴ്സിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും ഫുൾ മാർക്ക് ആയിരിക്കും. ഇനി +2 ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണ്. താല്പര്യമുള്ളവർക്ക് അടുത്ത ബാച്ച്, പുതിയ ബാച്ച് എക്സാമിന് തൊട്ട് ശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. വളരെ ചെറിയ ഫീസേ ഉള്ളൂ. കോൺസെപ്റ്റ് സ്റ്റഡിയാണ്. എൻട്രൻസിന് വരെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യിക്കുന്ന തരത്തിലുള്ള വളരെ എഫക്റ്റീവായിട്ടുള്ള ക്ലാസ്സുകളാണ്. എല്ലാ സബ്ജക്റ്റുകളും ഉണ്ട്. ഡെമോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാം. വളരെ ചെറിയ പേയ്മെൻറ്റ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ആ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. താല്പര്യമുള്ളവർ ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ ദെൻ